എന്റെ പ്രിയ സുഹൃത്തുക്കളെ, കെ.ആർ. മീരയുടെ ഒരു വർത്തമാനത്തോടുകൂടി ഇന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. മികച്ച എതിരാളിയെ ചോദിച്ചു വാങ്ങിയ കോൺഗ്രസിന് പ്രത്യേക അഭിനന്ദനം എന്നാണ് നമ്മുടെ കെ.ആർ. മീര എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, നിലമ്പൂരാണ് രാഷ്ട്രീയം, നിലമ്പൂർ വിഷയമാണ്. ആ നിലമ്പൂര് എവിടെ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി എന്ന് ഉറക്കെ ചോദിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. ചോദിച്ച് വാങ്ങിക്കുക, ചോദിച്ച് കിട്ടുമ്പോൾ അതിന് നല്ല സുഖം ഉണ്ടായിരിക്കും. എന്തായാലും നിലമ്പൂർ നമുക്കറിയാം ആകെ തകർത്ത് തരിപ്പണാക്കി. ഞാനിവിടെ ആലോചിച്ച് നോക്കുന്നത്, നമ്മുടെ ആ മനുഷ്യന് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സമയത്ത് അൻവറിന് ഉണ്ടായിരുന്ന ഒരു ജനസമ്മതി, ആ മനുഷ്യനുണ്ടായിരുന്ന ഒരു വിലയും നിലയൊക്കെ ആലോചിച്ച് നോക്കി. ഇപ്പോ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് താൻ ആരെങ്കിലും ഒന്ന് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാല് പിടിച്ച് നടക്കുകയാണ്. അതും കോൺഗ്രസിന്റെ വി.ഡി. സതീശന്റെ കാലൊക്കെ പിടിച്ച് നടക്കേണ്ടി വരുന്ന അദ്ദേഹത്തിന്റെ ഗതികേട് ഓർത്ത് സത്യം പറയാലോ, ഒരു രാഷ്ട്രീയത്തൊക്കെ അത്യാവശ്യമൊക്കെ നോക്കിക്കാണുന്ന നിലയ്ക്ക് നമുക്ക് ലജ്ജ തോന്നിപ്പോവും. ഇത്രയ്ക്കൊന്നും ഒരു പാവം മനുഷ്യനെ ഇങ്ങനെ തരം താഴ്ത്തരുത്. എനിക്ക് തോന്നിപ്പോകുന്നത് അത് അദ്ദേഹത്തിന് കിട്ടേണ്ട ഒന്ന് തന്നെയാണ്. കാരണം തനിക്ക് വലിയ ആളുകാരുണ്ടെന്നും തൻ്റെ മുമ്പിൽ ഇടതുപക്ഷത്തിന് ഒരുപാട് ആൾക്കാരുണ്ടാവുമെന്നും താനൊന്ന് ഇടതുപക്ഷത്തിൽ തെറ്റിങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന അതും പിണറായി വിജയനെ എതിർപ്പുള്ള ഒരുപാട് ആളുകൾ തൻ്റെ പിന്നാലെ വരുമെന്നൊക്കെ ഒരു അബദ്ധ ധാരണ അൻവറുണ്ടാകും. തീർച്ചയായിട്ടും ധാരണ ഉണ്ടായിരുന്നു. തൻ്റെ വാക്കുകൾ മാത്രമാണ് ശരിയെന്നും താൻ പറഞ്ഞ എല്ലാം നടക്കുമെന്നുള്ളൊരു അഹങ്കാരം കൂടി അൻവറുണ്ടായിരുന്നു. ആ അഹങ്കാരത്തിന് കിട്ടിയൊരു അടിയാണ്. അതുവരെ താൻ തള്ളിപ്പറഞ്ഞ കോൺഗ്രസിന്റെ പിന്നാലെ നടക്കുക. ഇനിയിപ്പോ അവിടേക്ക് എടുക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹത്തെ സ്ഥാനാർത്ഥി ആക്കുമെന്നു വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് ഇവന്റെ അഹങ്കാരം വീണ്ടും ഉണ്ടാവുന്നത്. കോൺഗ്രസിലേക്ക് എത്തിയിട്ടില്ല, എന്നിട്ട് കോൺഗ്രസിലെ സ്ഥാനാർത്ഥികളൊക്കെ ആരാവണമെന്ന് ഇവൻ കൂടി ഇവെന്ന് പറയാൻ പാടില്ല, മൂന്നോതാണ് കേട്ടോ, ഇദ്ദേഹം കൂടി തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന അവസ്ഥ വന്നു. എന്തൊക്കെയായാലും ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വെല്ലുവിളിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പം തന്നെ അൻവറിന്റെ ഒരു വെല്ലുവിളിയാണ്. സ്വരാജിനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് മത്സരിപ്പിക്കാൻ ധൈര്യമുണ്ടോ? കാരണം സ്വരാജിന്റെ നാടാണ്. സ്വന്തം നാട്ടിൽ മത്സരിക്കാനൊക്കെ ധൈര്യമുണ്ടോ? സ്വരാജ് ആദ്യമേ പറഞ്ഞു, ഞാനല്ല തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്, എനിക്ക് എന്തെങ്കിലും വലിയ താല്പര്യമൊന്നുമില്ല. ഇനി പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് സ്വരാജ് അത് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു വെല്ലുവിളി നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ്. അവിടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തിരുന്ന ശ്രീ എം സ്വരാജിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. ഇല്ല എന്ന് എം സ്വരാജ് പറഞ്ഞു. നിലമ്പൂരുകാരനാണ് അദ്ദേഹം. അപ്പൊ ചുമതലക്കാരന് പോലും ആത്മവിശ്വാസം ഇല്ലാത്ത തരത്തിൽ തകർന്ന തരിപ്പണമായിരിക്കുകയാണ് CPM. സ്ഥാനാർത്ഥിയില്ല. എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥിയില്ല, ഭയങ്കര കഷ്ടപ്പാടിലാണ്. ഇടതുപക്ഷം തകർത്ത് തരിപ്പണായി നാറാണക്കല്ല് പിടിച്ചിരിക്കുന്നു എന്നൊക്കെ ഗീർവാൺ അടിക്കുന്ന സമയത്താണ് ഗോവിന്ദ മാഷ് വളരെ പതുക്കെ ഒരു സ്ഥാനം പ്രഖ്യാപിക്കുന്നത്. കേട്ടോക്കണേ. ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥിയായി എം സ്വരാജ് ഒന്നാണ് പാർട്ടി സെക്രട്ടറി. അടിപൊളി. കാട്ടും ചവിട്ടും ഏറ്റിട്ടും അനുസരണയോടെ വാലാട്ടി നിൽക്കുന്ന നായയുടെ വിനയമുണ്ടല്ലോ, അതാണ് നിന്റെ ശത്രു. എനിക്കങ്ങനെ വാലാട്ടി നിൽക്കാൻ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ചവിട്ടി നിൽക്കാം, പക്ഷെ അതിന്റെ തലയിലാണ്. അടിപൊളി. ഇദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള നേതാവാണ്. എന്തായാലും ഇദ്ദേഹത്തോടുള്ള ആളുകൾ ഇഷ്ടങ്ങൾ നമ്മൾ കണക്കിലാക്കുക തന്നെ വേണം. സഖാവ് കുഞ്ഞാലി നടന്ന വഴികളിലൂടെ അടിപതറാതെ ചുവടുകൾ വെക്കാൻ കാലം കരുതി വെച്ച ചെന്താരകം. ഇങ്ങനെയൊക്കെ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ടൊരു വാക്ക് പറയണമെങ്കിൽ അതാരായിരിക്കും പറയണ്ടായിരിക്കുക? ജലീൽ സാറാണോ? ജലീല് അങ്ങനെ ഒരു ഗംഭീര വർത്തമാനം എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു സിനിമാ നടനിൽ നിന്ന് രാഷ്ട്രീയക്കാരനായ മനുഷ്യൻ അവന്റെ ഭാഷയിലാണ് പറയുക. അത് ഇങ്ങനെയാണ്: ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേൻ എം സ്വരാജിനെ പിന്തുണ അറിയിച്ച് കെ.ബി. ഗണേഷ് കുമാർ. അദ്ദേഹത്തിന്റെ റൈറ്റിങ്സ് അങ്ങനെയാണ് കേട്ടോ. പിന്നെയുള്ളത് നമ്മുടെ ഒരു സാധാരണ വാക്ക് തന്നെയാണ്. മത്സരിക്കാൻ ധൈര്യമുണ്ടെന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ അൻവറിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് സ്വരാജും CPM എന്ന രീതിയിൽ പോസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹമാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത് എന്നറിഞ്ഞ നിമിഷത്തിലാണ് നമ്മുടെ കെ.ആർ. മീര എന്ന് പറയുന്ന ആ എഴുത്തുകാരുടെ ഒരു പോസ്റ്റ് കൂടി വരുന്നത്. ഇത് ചോദിച്ചു വാങ്ങിച്ച ഒന്നാണ്. കാരണം അദ്ദേഹം മത്സരിക്കാൻ താല്പര്യം CPM-കാരായതുകൊണ്ട് തന്നെ മത്സരിക്കുക എന്ന് പറയുന്ന സംഭവത്തിനേക്കാൾ കൂടുതൽ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ്. എന്തൊക്കെയായാലും ഇവിടെ ഇനി സ്വരാജിന്റെ വാക്കുകൂടി നമുക്കൊന്ന് കേൾക്കണം. ഞാൻ മത്സരിക്കണമെന്ന് പ്രതിപക്ഷം കൂടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇവൻ പറഞ്ഞു കഴിഞ്ഞില്ലേ, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് കേട്ടില്ല എന്നുണ്ടോ? എന്നാൽ അതൊന്നുകൂടി ഞാൻ കേൾപ്പിച്ചു തരാം. അത് രസമുള്ളൊരു വാക്കുകളാണ്.
CPM സ്ഥാനാർത്ഥി ആരാ? CPM പറയാനൊരു പേര് പോലും ഇല്ല. CPM അവിടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തിരുന്ന ശ്രീ M സ്വരാജിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. ഇല്ല എന്ന് M സ്വരാജ് പറഞ്ഞു. നിലമ്പൂരുകാരനാണ് അദ്ദേഹം. അപ്പൊ ചുമതലക്കാരന് പോലും ആത്മവിശ്വാസം ഇല്ലാത്ത തരത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് CPM. സ്ഥാനാർത്ഥിയില്ല. എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥിയില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് ഇടയിലേക്കാണ് അദ്ദേഹം പറയുന്നത് ഞാൻ മത്സരിക്കണമെന്ന് പ്രതിപക്ഷം കൂടി ആഗ്രഹിക്കുന്നു. അവരുടെ അംഗീകാരം കൂടി ഈ സ്ഥാനാർത്ഥിത്വത്തിനുണ്ട്. അത് ഗംഭീര വാക്കാണ്. ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ M സ്വരാജിന് അപാര കഴിവുണ്ട്. അപാര റീഡറാണ്. അപാര നല്ല ഗംഭീരമായിട്ട് വായിക്കുന്ന ഒരു മനുഷ്യനാണ്. നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള ചാനൽ ചർച്ചയിൽ പോലും ഏറ്റവും മാന്യമായിട്ട് ഇടപെടുന്ന ഒരു മനുഷ്യനാണ്. അയാൾ സംസാരിക്കുകയാണെങ്കിൽ അയാൾക്ക് സംസാരിക്കൽ എവിടെയാണ്? അതിന്റെ ഇടയിൽ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ M സ്വരാജ് നിശബ്ദനാവും. ഓൻ സംസാരിച്ചോട്ടെ, ഓന്റെ കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചോളാം എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. എന്തായാലും ഇയാൾ മത്സരിക്കണമെന്ന്, M സ്വരാജ് മത്സരിക്കണമെന്ന് പ്രതിപക്ഷം കൂടി ആഗ്രഹിക്കുന്നുണ്ട്. ആ അംഗീകാരം കൂടി ഈ സ്ഥാനാർത്ഥിത്വത്തിൽ ഉണ്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആ ഒരു എന്താ പറയാ വെല്ലുവിളിക്ക് മറുപടിയായിട്ട് M സ്വരാജ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ M സ്വരാജ് ജയിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ കരഞ്ഞ് അഭിനയിച്ച് തകർത്തോണ്ടിരിക്കുന്ന ആ സ്ഥാനാർത്ഥി, ആ മനുഷ്യൻ, ആ നല്ല രാഷ്ട്രീയക്കാരാ അവിടുന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ആ ശവകുടീരത്തിൽ എഴുന്നേറ്റ് വന്ന് ചിലപ്പോ ചെകുറ്റത്തെ അടിക്കുന്ന രീതിയിലുള്ള അഭിനയങ്ങളാണ് ഇപ്പൊ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയക്കാരൻ ഒക്കെ തന്നെയാണ്. ഈ രണ്ടുപേര് ആരെങ്കിലും ഒരാളായിരിക്കും ജയിക്കുന്നുണ്ടായിരിക്കുക. തീർച്ചയായിട്ടും ആരെങ്കിലും രണ്ടാൾ ജയിക്കാൻ വേണ്ടിയിട്ട് അൻവർ എന്തായാലും ഇറങ്ങുമെന്ന് വിചാരിക്കാം. എനിക്ക് തോന്നുന്നത് ഇനി ചാനൽ പ്രവർത്തകരൊക്കെ, എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ ചാനൽ പ്രവർത്തകരൊക്കെ ഇദ്ദേഹത്തെ ഇനി ചർച്ചയ്ക്കെങ്കിലും വിളിക്കണം. ഈ ഒരു അൻവറിനെ ചർച്ചയ്ക്കെങ്കിലും വിളിക്കണമെന്നുള്ളതാണ്. കാരണം അല്ലാതെങ്കിൽ വല്ലാത്ത വിഷമമുള്ള സംഗതിയാണ്. കാരണം അദ്ദേഹം ഇങ്ങനെ എന്നെ സ്ഥാനാർത്ഥിയൊക്കെ എന്നൊക്കെ കുറെ ഇങ്ങനെ ആലോചിച്ച് ആഗ്രഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എവിടെയും കിട്ടുന്നില്ല. കയ്യും കാലും പിടിച്ചിട്ട് എവിടെയും ഒരു സ്ഥാനം കൊടുക്കുന്നില്ല. അപ്പൊ ഇനി ചാനൽ ചർച്ചയ്ക്കെങ്കിലും CPM വിരുദ്ധൻ അല്ലെ, CPM വിരുദ്ധൻ എന്ന പേരിലെങ്കിലൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ സുഹൃത്തുക്കളെ. ബൈ.